മേഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ, ശുഭദൃഷ്ടിയും ശുഭയോഗമൊക്കെ ഉണ്ടെങ്കിൽ മരണം മുന്നിലൂടെ കടന്നു പോകുന്ന നമുക്ക് പറയാൻ പറ്റും. മരിക്കണം എന്നില്ല, ചിലപ്പോൾ വീഴാം, മരണം മുമ്പിൽ കാണാൻ അപകടങ്ങൾ ഉണ്ടാകും. അപ്പം ഗുളികൻ എന്ന് പറഞ്ഞാൽ പ്രേതം മാത്രമല്ല, അവനവന് വരാൻ പോകുന്ന വലിയ ആപത്തുകളെയും ഗുളികനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഒരു മനുഷ്യന് 108 മരണസാധ്യതകളാണെന്ന് പറയാറുണ്ട്. 108 ഒരു ജീവിതത്തിൽ ഉണ്ടാവും. അതിൽ ഒരു മരണം എന്ന് പറയുന്നത് അരിയത്യ മരണം, അതങ്ങനെ നടക്കും. അല്ലാണ്ട് കാലദോഷം കൊണ്ട്, സ്ഥലദോഷം കൊണ്ട്, സർപ്പശാപം, ഗുരുശാപം, പിതൃശാപം, അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൊണ്ട് ചിലപ്പോൾ നമുക്ക് ദോഷം ഉണ്ടാവാം. ചില ആൾക്കാരുടെ മരണം അടുത്തെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിൽ വേറൊരു മരണം ഉണ്ടാവാം. അത് ചിലപ്പോൾ മൃഗങ്ങളായിരിക്കാം സംഭവിക്കണേ. അപ്പം നമ്മൾ പറയണത് ആ മരണം അവിടെ കടന്നുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ജീവിയുടെയും ഏതാണ്ട് ഇതേപോലെ തുല്യസമയമായിട്ടുണ്ടാവാം. അല്ല ഇയാളുടെ മാത്രമല്ല, അവിടെ ഒരു മരണം ആ വീട്ടിൽ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് വസുപഞ്ചക ദോഷം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ 5 മരണം നടക്കണം എന്നൊക്കെ പറയാറ്. അവിടെ അതിൻ്റെ തീവ്രത കുറയാണെങ്കിൽ 5 മൃഗങ്ങളൊക്കെ ആയിട്ട് മരിച്ചു പോകും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.